ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളെയും കൂട്ടി വളരെയധികം ടെൻഷനോട് കൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, അലീനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന്. ഇല്ല ബാലേട്ട, 7 മണിയായപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതാണെന്ന് ഗോവർദ്ധൻ പറയുന്നു. ഉടനെ ബാലൻ പറയുന്നുണ്ട്, അതെനിക്ക് അറിയാമല്ലോ, അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ ഇവിടെ നിന്ന് പോന്നോ, ഓട്ടോയിൽ കയറിയോ, എന്തെങ്കിലും അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതില്ല എന്ന് ഗോവർദ്ധൻ പറയുന്നു. ഇത് കേട്ട് ബാലേന്ദ്രൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം സുനന്ദയുടെ ഭർത്താവും അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അയാളോട് ചോദിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നു. ഉടനെ അയാൾ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസ് ചാർജായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഊരിപ്പോരുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ധൃതി വെക്കണ്ട, ഒന്ന് ആലോചിച്ചിട്ട് മതി എന്നിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നോ, എന്തെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല, എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്നൊക്കെ ഗോവർദ്ധനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, വാ മോളെ, നമുക്ക് ടൗണിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ ആനന്ദൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ ടൗണിലേക്കാണെങ്കിൽ എന്നെയും കൂടി അവിടേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാവോ. ഇത് കേട്ട് ബാലേന്ദ്രൻ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ ടൗണിലേക്കല്ല, എല്ലാവർക്കും അവനവൻ്റെ കാര്യം മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ബാലേന്ദ്രൻ. ശേഷം ഇപ്പോൾ അലീനയാണ് കാണിക്കുന്നത്. അലീന ഇപ്പോൾ ഒരു വാനിൽ ഒരു ഒറ്റപ്പെട്ട ഒരു വീട്ടിലേക്ക് കൊണ്ടിറക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. അത് കാരണം തന്നെ അലീനയെ പിടിച്ച് വലിച്ചാണ് അവർ രണ്ടുപേരുണ്ട്, അവർ രണ്ടുപേരും ഇറക്കുന്നത്. അതിലൊരാൾ ചോദിക്കുന്നുണ്ട്, എടാ ഇതിനെ എന്ത് ചെയ്യാനുള്ളതാണ്, ഇവിടെ സൂക്ഷിക്കണോ അതോ അറക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വേറൊരാൾ പറയുന്നുണ്ട്, അതൊക്കെ ചോദിച്ചിട്ട് പറയാമെന്ന്. എന്നിട്ടിപ്പോൾ അലീനയെ ഒരു റൂമിലേക്ക് കൊണ്ടിടുന്നുണ്ട്. ആ റൂമിലാണെങ്കിൽ കുറേ പഴകിയ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അലീന അവിടെ കിടന്ന് കാറുന്നുണ്ട്. വാതില് തുറക്കുന്നൊക്കെയാണ് അലീന പറയുന്നത്. എന്നാൽ അലീനയുടെ വായ ഇങ്ങനെ മൂടി കെട്ടി വെച്ചിട്ടുണ്ട്, കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് റൂമിൻ്റെ 2 ജനാലയുണ്ട്. അവിടെ വന്നിട്ട് ഇങ്ങനെ കതക് ആ ജനലിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുത്തി തുറക്കുകയാണ് അലീന. എന്നിട്ട് അവിടെ നിന്നും ഇങ്ങനെ കരയുന്നുണ്ട് അലീന. ആരെങ്കിലും ഉണ്ടോ, രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അലീന ഇങ്ങനെ കരയുന്നുണ്ട്. അലീനയുടെ വാ ഇങ്ങനെ കെട്ടിയിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനെ അലീന കൈ കെട്ടിയിരിക്കുന്ന കെട്ടെല്ലാം ഇങ്ങനെ അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അലീന ആ റൂമിലേക്ക് കയറിയപ്പോഴേ അലീന ആ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിടുന്നുണ്ട്. എന്നിട്ടാണ് അലീന ഇപ്പോൾ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ശേഷം ഇപ്പോൾ ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്. നീ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്കിളിനെ കാണാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനു പറയുന്നു. ഞാൻ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തന്നെയുണ്ട്, ഒരു പ്രശ്നമുണ്ട്, അലീനയെ കാണാനില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നു. ഇത് കേട്ട് മനു ചോദിക്കുന്നുണ്ട്, അലീനയെ കാണാനില്ലെന്നോ, അങ്കിൾ എന്താ ഈ പറയുന്നത് എന്നൊക്കെ മനു ചോദിക്കുന്നത് കേട്ടിപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ ഇവിടെ വൈജയന്തിയുടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 7 മണിയായപ്പോൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇവിടെ നിന്നും ഇറങ്ങിയതാണ്. ഓട്ടോയ്ക്ക് വരാമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അവൾ വീട്ടിലെത്തിയിട്ടില്ല, അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നതാ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിൾ ഈ പറയുന്നത് എന്ന് മനു ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ നിൻ്റെ അച്ഛനും കൊച്ചച്ഛനുമാണ്, വേറെ ആരുമല്ല എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അവർ ഇത്രയും വലിയ വിഡ്ഢിത്തരമൊക്കെ കാണിക്കുമോ എന്ന്. ഇതല്ല, ഇതിനപ്പുറം കാണിക്കും മനു, ഇത് തീക്കളിയാണ് മനു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം മുന്നോട്ട് പോയതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഹോട്ടലിലോട്ടൊന്ന് പോയി നോക്കാം, അവരവിടെ ഉണ്ടോ, എന്താ ചെയ്യുന്നത് എന്നൊക്കെ അറിയാമല്ലോ എന്ന് മനു പറയുന്നത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എവിടെയെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക, ഞാനും അന്വേഷിക്കാം. പിന്നെ നീ വേറൊരു കാര്യത്തിലും സംശയിക്കേണ്ട, ഇതിനു പിന്നിൽ നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഹരിയും ഒക്കെ തന്നെ ആയിരിക്കും, അവരെ കൂടി ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ വെച്ച് കഴിയുമ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, അവർ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തത്, അല്ലാതെ വേറെ ആരും ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ അലീനയെ കാണിക്കുന്നുണ്ട്. അലീന റൂം അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് നിന്ന് ആ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരെല്ലാം അലീനയെ കടന്ന് വിളിക്കുന്നുണ്ട്, തുറക്കടി ഒരുമ്പെട്ടോളെ, നിന്നോട് ആരാ ഇത് കുറ്റിയിടാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളിത് ചവിടി തുറക്കും എന്നൊക്കെ പറഞ്ഞ് പുറത്ത് നിന്ന് ബഹളം വെക്കുകയാണ് അവർ. ഇതൊക്കെ കേട്ട് വളരെയധികം ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് അലീന. അങ്ങനെ കുറച്ച് സമയം വിളിച്ചതിന് ശേഷം അവരവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇപ്പോൾ മനു നേരെ ഹോട്ടലിലേക്ക് ചെന്നിട്ടുണ്ട്. ഹോട്ടലിൻ്റെ റൂം തുറക്കുന്നത് ശിവനാണ്. അകത്ത് കയറുന്നതും ശിവൻ ഇപ്പോൾ മനുവിനെ കണ്ടിട്ട് ചോദിക്കുന്നു, നീ എന്താ ഇവിടെ എന്ന്. അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വരാൻ മേലേ എന്ന് മനു ചോദിക്കുമ്പോൾ, അല്ല നീ ഇങ്ങോട്ട് വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എന്നിങ്ങനെ ശിവൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ മനു നേരെ റൂമിലേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ എന്താ പരിപാടി എന്ന്.
ഉടനെ ശിവൻ പറയുന്നുണ്ട്, എന്ത് പരിപാടി? ഒരു പരിപാടിയില്ല. വൈജയന്തി ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ, അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെല്ലണ്ടേ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് താമസിക്കുന്നത് എന്ന് പറയുന്നത് കേട്ട് മനു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിട്ട് എന്താ അവിടെ ഹോസ്പിറ്റലിൽ ചെയ്തത് എന്ന്. ഉടനെ ശിവൻ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെയ്യും, വേറെ ആവശ്യങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ടല്ലേ ആ ബാലചന്ദ്രന് ഭാര്യയെ നോക്കാൻ സമയമൊന്നും ഇല്ലല്ലോ, അവൻ വീട്ടിൽ പോയി അവൻ്റെ മകളെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഇത് കേട്ട് മനു പറയുന്നുണ്ട്, ആശുപത്രിയിൽ വരേണ്ട സമയത്തൊക്കെ അങ്കിൾ വരാറുണ്ട്, അവിടുത്തെ ബില്ലടയ്ക്കാറുണ്ട്, ആൻറ്റിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ? നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി ഒരു ബില്ലടയ്ക്കുകയോ ഒരു ലാബ് ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തായിരുന്നോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നു. ഇത് കേട്ട് മനു പറയുന്നു, ഇതൊന്നുമല്ല നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളിവിടെ റൂം എടുത്ത് താമസിക്കുന്നതിന് വേറെ എന്തോ ഒരു കാരണമുണ്ട്, വേറെ എന്തോ ഗൂഢാലോചനയാണ് എന്നൊക്കെ മനു പറയുമ്പോൾ ഇത് കേട്ട് ശിവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ദേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഉടനെ തന്നെ മനു ചോദിക്കുന്നുണ്ട്, അലീന എവിടെ? അലീനെ നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നു. അത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അവളെ കാണാനില്ലെങ്കിൽ അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയി കാണും, അല്ലാതെ ഞങ്ങളോടാണോ വന്ന് ചോദിക്കണ്ടേ എന്നിങ്ങനെ രാജീവ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് മനുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. അലീനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യിച്ചതാണ്, നിങ്ങൾ നേരിട്ട് ചെയ്തതെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ ഗുണ്ടകളെ ഏൽപ്പിച്ച് ആ കാര്യം നടപ്പിലാക്കി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞേക്കാം, ഇത് തീക്കളിയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇത്രയും കാലം കണ്ട അങ്കിളിനെ ആയിരിക്കില്ല ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. അങ്കിളിൻ്റെ മകളാണ് അലീന, അത് നിങ്ങൾ മറന്നു പോകരുത്. ശിവനും രാജീവും ഒരു പുച്ഛഭാവത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ മനു വീണ്ടും പറയുന്നുണ്ട്, ഇത് കേസാക്കാൻ പോവുകയാണ്, കേസായി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിങ്ങൾ അകത്തു പോകും, പിന്നെ മീഡിയാസിൻ്റെ മുമ്പിൽ മുഖം മറച്ച് വന്ന് നിൽക്കേണ്ട ഗതികേടുണ്ടാകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ മനു ഇങ്ങനെ പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നീ ഞങ്ങളെ കൂടുതൽ പേടിപ്പിക്കുകയൊന്നും വേണ്ട, അവളെ കണ്ടില്ലെങ്കിൽ അയാളോട് പോയി അന്വേഷിക്കാൻ പറ, അല്ലാതെ ഇവിടെ വന്ന് CBI കളിക്കുമല്ല ചെയ്യേണ്ടത് എന്നൊക്കെ രാജീവ് പറയുന്നത് കേട്ട് മനു പറയുന്നുണ്ട്, എനിക്ക് കൊച്ചച്ഛനോടൊന്നും സംസാരിക്കാനില്ല. എന്നിട്ട് ശിവനോട് പറയുന്നുണ്ട്, ഞാൻ അച്ഛനോടാണ് പറയുന്നത്, ഈ കളി ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അലീനയോട് ചെയ്ത എല്ലാ കാര്യങ്ങളിലും തോറ്റു തൊപ്പിയിട്ട് ചൂലിനടിയും വാങ്ങിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ആ കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. ഇനി അവിടെ പോയി അങ്കിളിൻ്റെ കാല് പിടിച്ചിട്ട് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി വെക്കരുത്. കുടുംബത്തിനൊരു അഭിമാനമുണ്ട്, അത് കുറച്ചെങ്കിലും മിച്ചം വെച്ചേക്കണം. ഞാനും ആ കൈതക്കൽ വീട്ടിൽ വന്ന് ജനിച്ചു പോയി എന്നൊക്കെ മനു ഇങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, എടാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ശിവൻ വീണ്ടും പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരൊറ്റ രാത്രി കൊണ്ട് അലീനയെ കണ്ടുപിടിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല എന്നൊക്കെ പറഞ്ഞ് മനു ഇപ്പോൾ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഇപ്പോൾ വേഗം തന്നെ ഗംഗാധരനെയാണ് മനു ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വെല്ലിച്ചൻ എവിടെ എത്തി, നാട്ടിലോട്ട് വരുവാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി, അവിടെ നിന്ന് പാലായ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഗംഗാധരൻ പറയുന്നു. ഉടനെ വളരെ ടെൻഷനോടെ മനു പറയുന്നുണ്ട്, എങ്കിൽ വെല്ലിച്ചൻ വേഗം ഇങ്ങോട്ട് വാ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കുളമായി കിടക്കുകയാണ് എന്ന് മനു പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞായിരുന്നു, വൈജ ഹോസ്പിറ്റലായ കാര്യമൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഉടനെ മനു പറയുന്നുണ്ട്, അതൊന്നും അല്ല വെല്ലിച്ച കാര്യം, ഇപ്പോൾ അലീനയെ കാണാനില്ല എന്ന് പറയുന്നു. ഉടനെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അലീനയെ കാണാനില്ല, അതെന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. എന്താ സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ല, അലീനയെ കാണാനില്ല എങ്കിൽ അതിൻ്റെ പിറകിൽ എൻ്റെ അച്ഛനും കൊച്ചച്ഛനും തന്നെയാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്, അവർ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും, അവളെ കിഡ്നാപ്പ് ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നു. ഉടനെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അത്രയും വലിയ പൊട്ടത്തരമൊക്കെ അവർ ചെയ്യുമോ എന്ന്. ഉടനെ മനു പറയുന്നു, ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ ചെയ്യും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണും. നേരത്തെ കണ്ട അങ്കിളിനെ ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത്, അങ്കിളെല്ലാം നശിപ്പിക്കും, അതിനൊരു അവസരം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നീ ഒരു കാര്യം ചെയ്യുക, ആ ഹോട്ടൽ റൂമിലെ ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചതാ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട് മനുവിനോട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സുലോചനയും ഗോവർദ്ധനയുമാണ്. അങ്ങനെ റൂമിലേക്ക് വന്ന് സുലോചനയെ വിളിക്കുന്നുണ്ട്, നീ ഇങ്ങ് വന്നേ, ഒരു കാര്യമുണ്ട്, സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞ് സുലോചനയെ പുറത്തേക്ക് വിളിക്കുകയാണ് ഗോവർദ്ധൻ. ഇത് കണ്ട് ഇങ്ങനെ ആ ഒരു കണ്ണുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് വൈജയന്തി. അങ്ങനെ സുലോചനയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗോവർദ്ധൻ. അലീന ഇവിടെ നിന്ന് ഇറങ്ങുന്ന കറക്റ്റ് സമയത്ത് എന്നെ ശിവേട്ടൻ അവിടെ റൂമിലേക്ക് വിളിച്ചു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുവരെ എത്ര ബില്ലായി, ഇനി എത്ര ഏകദേശം വരും, നിങ്ങൾ എത്ര അടച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. അങ്ങനെ കുറേ സമയം അങ്ങേര് കളഞ്ഞു. അങ്ങേര് ചോദിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇനി മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങേര് ഏറ്റെടുക്കുമെന്ന്. അങ്ങനെ എല്ലാം ചോദിച്ച് സമയം കളഞ്ഞതിന് ശേഷം കടലിൽ ഉപ്പ് കലക്കുന്നത് പോലെ കുറച്ച് 1,00,000 രൂപ തന്നുവിട്ടു എന്നൊക്കെ പറയുന്നത് കേട്ട് സുലോചനയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. സുലോചന ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, അലീനെ അവരായിരിക്കുമോ തട്ടിക്കൊണ്ട് പോയത്
എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അവർ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത്രയും നാളത്തെ പോലെ വേലക്കാരിയല്ല അലീന ഇപ്പോൾ ബാലേട്ടൻ്റെ മകളാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ സുലോചന പറയുന്നുണ്ട്, അവരെന്തായാലും കാണിച്ചത് മണ്ടത്തരമായി പോയി. അവരാ ഇത് ചെയ്തതെങ്കിൽ ഇനി അനുഭവിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിച്ചേക്കണം എന്നൊക്കെ സുലോചന ഇങ്ങനെ പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടൻ എന്നെ വറുത്ത് കോരും. കാരണം ഞാൻ ആ കറക്റ്റ് സമയത്ത് ഇവിടെ നിന്ന് മാറി നിന്നത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അവിടെ തന്നെ പോയി നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇനി അതിന് പറഞ്ഞ് തുരുതുരെ വിളിച്ച് ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധൻ ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് സുലോചനയും. ശേഷം ഇപ്പോൾ വീണ്ടും ശിവനെയും രാജീവിനെയും കാണിക്കുന്നുണ്ട്. അവർ ഹോട്ടൽ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗംഗാധരൻ്റെ ഫോൺ വരുന്നു. അങ്ങനെ ഫോൺ എടുത്തിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ എവിടെ, നാട്ടിലേക്ക് വരുവാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നീയൊക്കെ അവിടെ എന്തെടുക്കുക എന്നിങ്ങനെ ഗംഗാധരൻ ചോദിക്കുന്നു. ഞങ്ങൾ പുറത്താണ് എന്ന് രാജീവ് ഇങ്ങനെ പറയുമ്പോൾ, എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് പറയടാ, നിനക്കൊക്കെ എന്താ അത് പറയാൻ ഇത്ര ബുദ്ധിമുട്ട് എന്നിങ്ങനെ ചോദിക്കുന്നു. ഉടനെ രാജീവ് പറയുന്നുണ്ട്, ഞങ്ങൾ വൈജയുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുവാണെന്ന് പറയുന്നു. ഉടനെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കേണ്ട. നിങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് അവിടം കൊണ്ട് നിർത്തിക്കോ. നിങ്ങളാണോ അലീനെ തട്ടിക്കൊണ്ട് പോയത് എന്നും ചോദിക്കുന്നു. ഇത് കേട്ട് രാജീവ് പറഞ്ഞിട്ട്, ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ഉടനെ പറയുന്നുണ്ട്, നിങ്ങളാ ചെയ്തതെന്നാണ് മനു എന്നെ വിളിച്ച് പറഞ്ഞത്. മനു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. നിങ്ങൾ വെറുതെ ഓരോന്ന് കാണിച്ച് സർവനാശം ഉണ്ടാക്കി വെക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളിയല്ലിത്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. നശിക്കാൻ വേണ്ടി ആയിട്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്തേക്കരുത്. ഞാൻ അങ്ങോട്ടേക്ക് വരുവാണ്, വന്നതിന് ശേഷം ഞാൻ ബാക്കി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ്റെ കൈ ഫോൺ കൊടുക്കുന്ന രാജീവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് രാജീവും ശിവനും ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഗംഗാധരൻ ശിവനോടും പറയുന്നുണ്ട്, നിങ്ങൾ വലിയ പൊട്ടത്തരമായി കാണിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനപ്പുറം ഒരു കാര്യം പോലും ചെയ്തു പോകരുത്. ഞാൻ അങ്ങോട്ടേക്ക് വരുവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗംഗാധരൻ ഇപ്പോൾ ഫോൺ വെക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം രാജീവും ശിവനും ഇപ്പം വളരെയധികം ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.